കോഴിക്കോട് പെരിങ്ങളം ഗവൺമെന്റ് യു.പി. സ്കൂൾ കെട്ടിട നിർമ്മാണം പ്രതിസന്ധിയിൽ. കിഫ്ബി പദ്ധതി പ്രകാരം അനുവദിച്ച കെട്ടിടമാണ് തൂണുകളിൽ ഒതുങ്ങിയത്. കരാർ ഏറ്റെടുത്ത കമ്പനിയാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാലങ്ങളായി. 3.9 കോടി വകയിരുത്തിയാണ് 2023 മെയ് 3 മുഖ്യമന്ത്രി ഓൺലൈനിൽ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. 18 മാസമായിരുന്നു പദ്ധതി പൂർത്തീകരണത്തിനായി കരാറിൽ നീക്കിവെച്ചത്. കാസർഗോഡ് ആസ്ഥാനമായുള്ള കമ്പനി കരാർ ഏറ്റെടുത്തെങ്കിലും പ്രവൃത്തി തുടക്കത്തിലേ നിലച്ചു. ഇന്നേക്ക് തന്നെ ഇപ്പോൾ 1.5 വർഷത്തോളമായി ഈ ഒരു വർക്ക് തുടങ്ങിയിട്ട്. ഇതിൻ്റെ 3 നില കെട്ടിടമാണ് ഇതുള്ളത്. ഈ 3 നില കെട്ടിടത്തിൽ ആദ്യത്തെ നിങ്ങൾക്ക് തന്നെ കാണാം, ആദ്യത്തെ നിലയുടെ പണി തന്നെ തീരുന്നില്ല. ആ പണി തീരാതെ തന്നെ ഇവർ അടിച്ച സെൻട്രിങ് പൊളിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. വാർക്കാൻ കൊണ്ടുപോയ സംഭവം പൊളിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫണ്ട് കിട്ടിയില്ല എന്നാണ്. അപ്പോൾ ആരോട് ഫണ്ട് കിട്ടിയില്ല എന്ന് നമുക്കറിയില്ല. ഉപകരാർ ഏറ്റെടുത്ത കോൺട്രാക്ടർ പണം കിട്ടാതായതോടെ നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞു. താൽക്കാലിക ക്രമീകരണം കണക്കെ ടോയ്ലറ്റും കഞ്ഞിപ്പുരയും എല്ലാം മാറ്റി സ്ഥാപിച്ച സ്കൂൾ അധികൃതരും ദുരിതത്തിലായി. കഞ്ഞിപ്പുര വരെ ഇപ്പോൾ അവിടെ ഒരു പാസേജിലുള്ളത്. നമ്മളെ ധാരണ എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ഇവരിത് പൊളിച്ചു കൊണ്ടുപോകാൻ കാരണം എന്ന് ഇതുവരെ ആരും വ്യക്തമാക്കിയിട്ടില്ല. ഇത് നിങ്ങൾ കണ്ടില്ല, ഈ ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ? ഈ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഓടി നടക്കാനോ ഉള്ള പ്രയാസങ്ങൾ കാണുന്നുണ്ട്. MLA കൃത്യമായ ഇടപെടലുണ്ടെങ്കിൽ ഇത് നടത്താൻ പറ്റും. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ ഇത് നടത്താൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. ഫണ്ട് കൊടുക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തോ കാരണമാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പദ്ധതി നിർവഹണ ചുമതലയുള്ള പെരുവയൽ പഞ്ചായത്തെ ഈ കരാറുകാരന്റെ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. MLA ഉൾപ്പെടെ ജനപ്രതിനിധികൾ കരാറുകാരനുമായി ബന്ധപ്പെടാൻ ശ്രമം നടത്തിയിട്ടും കരാറുകാരൻ ഫോണിൽ പോലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്.